ഹലോ കൂട്ടുകാരെ, M4 മെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി മൈക്രോമീറ്റർ സ്ക്രൂ ഗേജ് ഇറ്റ് ഹാസ് ആൻ അക്യുറസി ഓഫ് ഡാഷ്. അത് നമ്മുടെ മൈക്രോമീറ്റർ ഉണ്ടല്ലോ, ഈ മൈക്രോമീറ്ററിൻ്റെ അക്യുറസി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 0.01 mm. ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ചേസിസ്. അതായത് ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ചേസിസ് ഉണ്ടല്ലോ, വാഹനങ്ങളുടെ ചേസിസിൽ പെടാത്ത ഭാഗം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വീൽസ്, റിയർ ആക്സിൽ, പാസഞ്ചർ സീറ്റ്, ഫ്രണ്ട് ആക്സിൽ, ഇങ്ങനെ 4 തന്നിട്ടുണ്ട്. ഇതിൽ ചേസിസിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? പാസഞ്ചർ സീറ്റാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. കപ്പാസിറ്റി എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെ പറയുന്നത്? എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. ബി ആണ് കറക്റ്റ്. അതായത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ പറയുക ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് ദി സം ഓഫ് ദി ഡാഷ്. അതായത് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താണ്? ക്യാമ്പർ ആംഗിൾ ആൻഡ് SAI, അതായത് സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ. ഇത് രണ്ടും കൂടിയുള്ള ആംഗിളാണ് നമ്മൾ എന്ത് പറയുക? ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് ദി ഇൻക്രീസ് ഓഫ് ബാറ്ററി ടെമ്പറേച്ചർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ഡാഷ്. അതായത് ബാറ്ററിയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം എങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ഡിക്രീസ് ആവും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദി നെയിം ദി മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ് ദി ഡയമീറ്റർ ഓഫ് ദി എൻജിൻ സിലിണ്ടർ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷനിൽ നമ്മുടെ എൻജിൻ സിലിണ്ടർ ഉണ്ടല്ലോ, അതിന് ഡയമീറ്റർ അളക്കാൻ പറ്റുന്ന സ്യൂട്ടബിളായ ഇൻസ്ട്രുമെൻ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും സ്യൂട്ടബിളായത് ഏതാണ്? വെർനിയർ കാലിബറാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓട്ടോമൊബൈൽ എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, എൻജിൻ യൂസ് ചെയ്യുന്ന ക്രാങ്ക് ഷാഫ്റ്റ്, ആ ക്രാങ്ക് ഷാഫ്റ്റ് ഏത് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഫോർജ്ഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി ഇഗ്നിഷൻ കണ്ടൻസർ ഈസ് ഡാഷ്. അതായത് നമ്മുടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനുകളിൽ യൂസ് ചെയ്യുന്ന ഒരു കണ്ടൻസർ ഉണ്ട്, അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? റെഡ്യൂസ് ദി ആർക്ക് അറ്റ് ദി കോണ്ടാക്ട്. ഡി ആണ് കറക്റ്റ് ആൻസർ. അതെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ CB പോയിൻ്റ് ഉണ്ടല്ലോ, ആ CB പോയിൻ്റ് അവിടെ സഡനായിട്ട് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നത് ആർക്ക് ഉണ്ടാവും. ഈ ആർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ബിറ്റ്വീൻ ദി സെൻട്രൽ ലൈൻ ഓഫ് ദി കിങ് പിൻ ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ കിങ് പിന്നിൻ്റെ സെൻട്രൽ ലൈനും ആ കോമൺ ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ആംഗിളിനെ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് പറയുന്നത് എന്താണ്? കാസ്റ്റർ ആംഗിൾ എന്നാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേസിംഗ് ആൻഡ് സോൾഡറിംഗ് ഈസ് ദി ഡാഷ്. അതായത് നമ്മുടെ സോൾഡറിൻ്റെയും ബ്രേസിങ്ങിൻ്റെയും ഡിഫറൻസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? രണ്ടിൻ്റെയും എന്താണ്? ഫില്ലർ മെറ്റൽ ഡിഫറൻസ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ഫില്ലർ മെറ്റൽ. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ വെഹിക്കിൾ വിത്ത് എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ലോസ് ഓഫ് ഫ്രീ പെഡൽ ക്യാൻ ബി കേസ്ഡ് ബൈ ഡാഷ്. അതായത് നമ്മുടെ ക്ലച്ചുകൾക്ക് ഉപയോഗിക്കുന്ന ഫ്രീ പെഡൽ പ്ലേ ഉണ്ടല്ലോ, ആ ഫ്രീ പെഡൽ പ്ലേ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? വോൺ ക്ലച്ച് ഡിസ്ക് ഫേഡിങ്. ഡി ആണ് കറക്റ്റ് ആൻസർ. എന്ത്? ക്ലച്ച് ഡിസ്ക് എന്താ? ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് എഫക്റ്റീവ് എയർ ക്ലീനർ ഇൻ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻ. അതായത് ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന എയർ ക്ലീനർ ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് ടൈപ്പാണ്? ഓയിൽ ബാത്ത് ടൈപ്പാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫങ്ഷൻ ഓഫ് എ ജനറേറ്റർ ഇൻ ആൻ ഓട്ടോമൊബൈൽ ഈസ് ടു ഡാഷ്. അതായത് ഓട്ടോമൊബൈൽ എഞ്ചിനുകളിൽ ജനറേറ്ററിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തിനാ ആവശ്യം? കണ്ടിന്യൂസ്ലി ചാർജിങ് ദി ബാറ്ററി. ഡി ആണ് കറക്റ്റ് ആൻസർ. കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതല്ല, ജനറേറ്ററിൻ്റെ ആവശ്യം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്ത് പറയും? കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ബി ആണ് ആ സമയത്ത് ശരിയായ ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി എൻജിൻ ഓയിൽ കൺസപ്ഷൻ ഈസ് ആൾസോ അഫക്റ്റഡ് ബൈ ഡാഷ്. അതായത് എൻജിൻ ഓയിലിൻ്റെ കൺസപ്ഷൻ ഉണ്ടല്ലോ, അത് അഫക്റ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം എ ആണ്. എൻജിൻ്റെ സ്പീഡും എൻജിൻ്റെ വിയറും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ മോട്ടർ എംപ്ലോയ്ഡ് ഇൻ ഓട്ടോമൊബൈൽ വിച്ച് ഈസ് ദി ഡാഷ്. അതായത് നമ്മുടെ ഓട്ടോമൊബൈൽ വെഹിക്കിളുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ മോട്ടർ ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ടൈപ്പാണ് സീരീസ് വോൺ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദി ബ്രേക്കിംഗ് എഫിഷ്യൻസി ഓഫ് ദി വെഹിക്കിൾ ഈസ് 72% ദെൻ ദി ബ്രേക്ക് ക്വാളിറ്റി ഈസ് സാഡ് ടു ബി ഡാഷ്. അതായത് ബ്രേക്കിംഗ് എഫിഷ്യൻസി 72% ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് പറയുന്നത്. അതിന് പറയുന്നത് വെരി ഗുഡ് എന്നാണ് പറയുന്നത്. എപ്പോഴും വെഹിക്കിളിൻ്റെ ബ്രേക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 75 to 60 വരെയൊക്കെയാണ് നമ്മൾ അതിനെന്ത് പറയും, വെരി ഗുഡ് എന്ന് പറയും. 60 മുതൽ 40 വരെയൊക്കെയാണ് നമ്മൾ അതിന് എന്ത് പറയും ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് എന്ന് പറയും. 40ക്ക് താഴെ വരികയാണ് നമ്മൾ പോർ എന്നാണ് പറയുക. എപ്പോഴും ബ്രേക്ക് എഫിഷ്യൻസി 100% വെക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഡാമേജസ് കൂടുതൽ വരുന്നത് കൊണ്ട് അത് വെക്കാറില്ല എപ്പോഴും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി സ്ലിപ്പ് ജോയിൻറ്റ് പെർമിറ്റ് ചേഞ്ച് ഇൻ ദി ഡാഷ്. അതായത് നമ്മുടെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ലിപ്പ് ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ സ്ലിപ്പ് ജോയിൻ്റെ പെർമിറ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ സ്ലിപ്പ് ജോയിൻറ്റ് പെർമിറ്റ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ഡി ആണ് കറക്റ്റ്. ലെങ്ത് ഓഫ് ഷാഫ്റ്റ് പെർമിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്ലിപ്പ് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾഡർ ഈസ് ആൻ അലോയ് ഓഫ് ഡാഷ്. സോൾഡർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ അലോയ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തിനാണ്? കോപ്പറിൻ്റെയും ടിന്നിൻ്റെ അലോയ് ആണ് നമ്മൾ എന്താ പറയുക, സോൾഡർ എന്ന് പറയുക. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ചോക്ക് ഇൻ എ ഓട്ടോമൊബൈൽ മീൻസ് ഈസ് ഓഫ് സപ്ലൈ ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ചോക്ക് ഉണ്ടല്ലോ, ഓട്ടോമൊബൈലിൽ ചോക്ക്, അത് എന്താണ് സപ്ലൈ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് സപ്ലൈ ചെയ്യുന്നത്? റിച്ച് മിക്സർ സപ്ലൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ചോക്ക് വിടുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ദി ഫ്രണ്ട് വീൽ ഈസ് കാൾഡ് ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ വാഹനങ്ങളുടെ ഫ്രണ്ട് വീലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എന്താണ് പറയണത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ പറയുന്നത്? അതിനെ വീൽ ട്രാക്ക് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സസ്പെൻഡ് ഇൻ ഹെവി ഗുഡ്സ് വെഹിക്കിൾ. ഹെവി ഗുഡ്സ് വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന സസ്പെൻഷൻ ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പാണ്? സെമി എലിപ്റ്റിക് സ്പ്രിങ്ങുകളാണ് നമുക്ക് അതിന് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ ആൻഡ് എയർ മിക്സ് ടുഗദർ ഇൻ ദി ഡാഷ്. അതായത് ഡീസൽ എഞ്ചിനുകളിൽ എയറും ഫ്യൂവലും മിക്സ് ചെയ്യുന്നത് എവിടെ വെച്ചാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? അത് കമ്പഷൻ ചേമ്പറിനകത്ത് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി കറൻറ്റ് റിക്വയർഡ് ഫോർ ദി ഹോൺ ഓപ്പറേഷൻ ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഹോണിനൊക്കെ ഉപയോഗിക്കുന്ന കറണ്ട് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 15 മുതൽ 20 ആംപ്സ് വരെയൊക്കെ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ആൻ ഓട്ടോമൊബൈൽ ഗിയർ ട്രാൻസ്മിഷൻ ദി കൗണ്ടർ ഷാഫ്റ്റ് ഡ്രൈവ് ഗിയർ ഈസ് മെഷ്ഡ് വിത്ത് ദി ഗിയർ ഓൺ ദി ഡാഷ്. അതായത് നമ്മുടെ ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്ന ഗിയർ ട്രാൻസ്മിഷനിൽ നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ആ കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയർ ഏത് ഗിയറുമായിട്ടാണ് മെഷ് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏത് ഗിയറുമായിട്ടാണ്? മെയിൻ ഷാഫ്റ്റിലെ ഗിയറുമായിട്ടാണ് മെഷ് ചെയ്തിട്ടുണ്ടാവുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സിങ്ക്രോണൈസിങ് യൂണിറ്റ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഗിയർ ബോക്സിൽ ഉപയോഗിക്കുന്ന സിങ്ക്രോണൈസിങ് യൂണിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം മേക്ക് ഗിയർ ചേഞ്ച് ഈസി ആൻഡ് മിനിമൈസ്ഡ് നോയ്സ്. എ ആണ് കറക്റ്റ്. അതായത് ഗിയർ ചേഞ്ചിങ് ഈസി ആയിരിക്കും, നോയ്സ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ പ്രിൻസിപ്പൾ ഓഫ് ആൾട്ടർനേറ്റർ ഈസ് ഡാഷ്. അതായത് ആൾട്ടർനേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണെന്ന് അറിയോ? അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇഗ്നീഷൻ ക്വാളിറ്റി ഓഫ് ഡീസൽ ഫ്യൂൽ ഓയിൽ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ആൻ ഇൻഡെക്സ് ഇസ് കാൾഡ് ഡാഷ്. അതായത് നമ്മൾ ഡീസൽ ഫ്യൂളിൻ്റെ ഇഗ്നീഷൻ ക്വാളിറ്റി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ സീറ്റേ നമ്പർ അനുസരിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് കമ്പോണൻറ്റ് ദാറ്റ് കണക്ട് ദി റാക്ക് ടു സ്റ്റിയറിംഗ് നക്കിൾസ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റങ്ങളിൽ നമ്മുടെ സ്റ്റിയറിംഗ് നക്കിളും റാക്കും കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതാണ് ടൈ റോഡാണ് അത് കണക്ട് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ദി പോസിബിൾ കേസ് ഓഫ് എ ലോ ഡിസ്ചാർജ് ബാറ്ററി മേ ബി ഡ്യൂ ടു ഡാഷ്. അതായത് നമ്മുടെ ബാറ്ററിയുടെ ഡിസ്ചാർജ് വളരെ ലോ ആകുന്ന കണ്ടീഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് കണ്ടീഷനാണ്? ഡിഫക്റ്റീവ് ആൾട്ടർനേറ്റർ ആൻഡ് ബാറ്ററി. ഡി ആണ് കറക്റ്റ്. ഒന്നില്ലെങ്കിൽ ആൾട്ടർനേറ്റർ ഡിഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ബാറ്ററി ഡിഫക്റ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പാർട്ട് നോട്ട് ടു ബി ലൂബ്രിക്കേറ്റഡ് ഈസ് ദി ഡാഷ്. അതായത് താഴെ 4 ഓപ്ഷനിൽ ലൂബ്രിക്കേഷൻ ആവശ്യമില്ലാത്ത പാർട്ട് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതാണ്? തെർമിസ്റ്റർ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഗിയർ ബോക്സിന് ആവശ്യമുണ്ട്, ഡിഫറൻഷ്യലിന് ആവശ്യമുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റിന് എല്ലാത്തിനും ആവശ്യമുണ്ട്, തെർമിസ്റ്ററിന് ആവശ്യമില്ല. Next question, dash is a device which permit current to flow through its in only one direction. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ കറണ്ട് ഉണ്ടല്ലോ അത് ഒരു ഡയറക്ഷനിൽ മാത്രം പെർമിറ്റ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാരണം ഇത് റെക്ടിഫയർ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഡാഷ് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് ആർ യൂസ്ഡ് ഇൻ മോട്ടോർ സൈക്കിൾ. അതായത് മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പാണ്? പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദി ഇഗ്നീഷ്യൻ കോയിൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ഇഗ്നീഷ്യൻ കോയിലിലെ സെക്കൻഡറി വൈൻഡിങ് ഉണ്ടല്ലോ അത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ടേൺ ഇൻ സ്മാൾ വയർ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇതേ ക്വസ്റ്റ്യൻ സെക്കൻഡറിക്ക് പകരം പ്രൈമറി ആണ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അതായത് ഫ്യൂ ടേൺസ് ഓൺ ഹെവി വയർ. അതായത് ഹെവി വയർസ് ആയിരിക്കും പ്രൈമറിയിൽ ഉപയോഗിക്കുക. സെക്കൻഡറിയിലാകുമ്പോൾ എന്തായിരിക്കും? വളരെ സ്മാൾ വയറാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എയർ ഫ്യൂൽ മിക്സ്ഡ് റിക്വേർഡ് അറ്റ് ദി ടൈം ഓഫ് എൻജിൻ സ്റ്റാർട്ട് ഈസ് ഡാഷ്. അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എയർ ഫ്യൂൽ മിക്സർ ഉണ്ടല്ലോ അത് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെയായിരിക്കും? റിച്ച് മിക്സർ ആയിരിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡിസ്ചാർജർ ലെഡ് ആസിഡ് ബാറ്ററി ഹാസ് ഓൺ ഇറ്റ്സ് പ്ലേറ്റ്സ് ഡാഷ്. അതായത് ഡിസ്ചാർജ് ആയ ലെഡ് ആസിഡ് ബാറ്ററിയുടെ പ്ലേറ്റ് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെയായിരിക്കും ചോദിച്ചാൽ ലെഡ് സൾഫേറ്റ് ആയിരിക്കും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ്, കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഓഫ് ആൻ ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് നമ്മുടെ കറൻറ്റ്, റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഇതുമായിട്ട് റിലേഷൻ ചെയ്യുന്ന ലോയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓംസ് ലോയാണ്. ഈ 3 വരുന്നത് റെസിസ്റ്റൻറ്റ്, കറൻറ്റ്, വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ ആൻറ്റി നോക്ക് വാല്യൂ ഓഫ് ഫ്യൂവൽ ഈസ് നെസസറി ടു മേക്ക് യൂസ് ഓഫ് ദി ഡാഷ്. അതായത് ഹൈ ആൻറ്റി നോക്ക് വാല്യൂ ഉള്ള ഫ്യൂവൽ ഉണ്ടല്ലോ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെ യൂസ് ചെയ്യുന്നത്? ഹൈ കമ്പർഷൻ റേഷ്യോ. ഹൈ കമ്പർഷൻ റേഷ്യോ ഉള്ള എഞ്ചിനുകളിലാണ് നമ്മൾ ഹൈ ആൻറ്റി നോക്ക് വാല്യൂള്ള ഫ്യൂവൽ യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. ദി ഡിവൈസ് ഫോർ സ്മൂത്തനിങ് ഔട്ട് ഓഫ് പവർ ഇമ്പിൾസ് ഫ്രം ദി എൻജിൻ ഈസ് കാൾഡ് ഡാഷ്. അതായത് വാഹനം, അതായത് എൻജിനിൽ നിന്നിട്ട് പവർ ഉണ്ടല്ലോ അത് സ്മൂത്തായിട്ട് പുറത്തേക്ക് തരാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ഫ്ലൈ വീലാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇന്നർ എൻഡ് ഓഫ് ദി ആക്സിൽ ഷാഫ്റ്റ് ഈസ് പ്ലൈൻഡ് ടു ദി ഡാഷ്. അതായത് നമ്മുടെ ആക്സിൽ ഷാഫ്റ്റ് ഉണ്ടല്ലോ ആക്സിൽ ഷാഫ്റ്റിന് ഇന്നർ എൻഡ് എവിടെയാണ് സ്പ്ലൈൻഡ് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എവിടെയാണ്? സൺ ഗിയറിനകത്താണ് സ്പ്ലൈൻഡ് ചെയ്തിട്ടുണ്ടാകുക. അതായത് ഔട്ടർ എൻഡ് ഉണ്ടല്ലോ ഔട്ടർ എൻഡ് എവിടെയാണ് സ്പ്ലൈൻഡ് ചെയ്തിട്ടുണ്ടാകുക? നമ്മുടെ റോഡ് വീലിലായിരിക്കും വെച്ചിട്ടുണ്ടാകുക. ഇന്നർ എൻഡിൽ എവിടെയാണ്? സൺ ഗിയറിനകത്ത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്നാശംസിക്കുന്നു.